കേന്ദ്രം കേരളത്തിന് പണം നൽകാനുള്ളതുകൊണ്ടാണ് ഇവിടെ പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്ന സർക്കാരിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് ബിജെപി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്കും സംസ്ഥാനം കേന്ദ്രത്തിന് നൽകുന്നില്ല. ഭരണപരാജയം മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രി കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നതെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. ഭരണപരാജയം മറച്ചുവെക്കാൻ കേന്ദ്രത്തെ തുടർച്ചയായി പഴിചാരുകയാണ് മുഖ്യമന്ത്രിയെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. ആശാ വർക്കർമാരുടെ സമരം ഉൾപ്പെടെ നടക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടുകൊണ്ടാണ്. കേന്ദ്രം കേരളത്തിന് നൽകാനുള്ളതെല്ലാം നൽകിയിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ കേന്ദ്ര പദ്ധതികളുടെ ഒരു കണക്കും കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടില്ല എന്ന് സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. കേരള സർക്കാരിന്റെ ഭരണപരാജയങ്ങളും കേരള ഗവൺമെന്റിന്റെ പിടിപ്പുകേടും മറച്ചുവെക്കാൻ തുടർച്ചയായി കേന്ദ്രത്തെ പഴിചാരുന്ന സമീപനമാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ആശാ വർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥകളുടെ കാര്യത്തിൽ തുടർച്ചയായി പിണറായി വിജയൻ സർക്കാർ, മന്ത്രിമാർ, എംപിമാർ പച്ചക്കള്ളം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി പറയുന്നത് അതുപോലെ ഏറ്റുപാടുന്ന പ്രതിപക്ഷമാണ് ഇവിടെയുള്ളത്. പ്രതിപക്ഷ എംപിമാർ സമരം നടത്തേണ്ടത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. നിർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷവും പിണറായി വിജയന്റെ ഈ പ്രചാരണത്തിന് കൂട്ടുപിടിച്ചു. അവരും കേന്ദ്രത്തെ പഴിചാരാനാണ് ശ്രമിച്ചത്. പാർലമെന്റിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ അവരും സമരം നടത്തി. ഇന്നലെ ആരോഗ്യമന്ത്രി ശ്രീ JP നഡ്ഡ അവറുകൾ വ്യക്തമായി പാർലമെന്റിൽ കേരളത്തിന് ഒരു നയാ പൈസയുടെ കുടിശ്ശികയും നൽകാനില്ല, എല്ലാം നൽകിക്കഴിഞ്ഞു, യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കം ഒരു കണക്കും അതിന് ചെലവഴിച്ച കണക്കും സംബന്ധിച്ച് കേരളം ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കേന്ദ്രവിഹിതം ഉപയോഗിച്ച് നടപ്പാക്കുന്ന പദ്ധതിയിൽ പോലും മുഖ്യമന്ത്രിയുടെയും മരുമകന്റെയും ചിത്രങ്ങളാണ് പതിക്കുന്നത്. അത് ശരിയല്ല. തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ പല പദ്ധതികളും മുടങ്ങിക്കിടക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതവും സർക്കാർ നൽകുന്നില്ല. CPM-ൽ പരക്കെ അടി നടക്കുകയാണ്. അത് പരിഹരിക്കാതെ എല്ലാം കേന്ദ്രത്തിന്റെ തലയിൽ വെക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. എന്താ ധൂർത്ത് നിങ്ങൾ അവസാനിപ്പിക്കാത്തത്? ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് സർക്കാർ ഈ ധൂർത്തെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചൂടെ? PSC മെമ്പർമാർക്ക് 1 ലക്ഷം അധികം. എന്തിനാണ് ഇവിടെ PSC മെമ്പർമാർ? ഇവിടെ വല്ല PSC നിയമനം നടക്കുന്നുണ്ടോ? ഉത്തർപ്രദേശിലെ 9 PSC മെമ്പർമാർ, ഇവിടെ എത്ര? പന്നി പറ്റതുപോലെ 10-28 എണ്ണം വെച്ചിരിക്കുകയാണ്. എല്ലാ പാർട്ടിക്കാർക്കും ഇതിനെപ്പറ്റിയൊന്നും പ്രതിപക്ഷത്തിന് മിണ്ടാനില്ലേ? സമ്പൂർണമായുള്ള തകർച്ചയ്ക്ക്, കേരളത്തിന്റെ തകർച്ചയ്ക്ക് ഉത്തരവാദി ഈ സർക്കാരാണ്. ACV ന്യൂസ്, കോഴിക്കോട്.